നമ്മുടെ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈഫിലെ ചില സന്തോഷങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള സന്തോഷങ്ങളാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ദിവസത്തെ നൊയമ്പ്. പള്ളിയിൽ നിന്ന് തക്ബീർ കേൾക്കുമ്പോൾ പെരുന്നാളിനായിട്ട് നാടും വീടും ഒരുങ്ങിയൊക്കെ ചെയ്യുമ്പോൾ മൈലാഞ്ചി ഇടാനുള്ള തിരക്കും പിറ്റത്തെ ദിവസത്തെ പെരുന്നാളിനുള്ള ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ആ രാത്രികളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അത്യാവശ്യം കടയിൽ നല്ല തിരക്കായിട്ട് വീട്ടിലെത്തുന്നത് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും. എന്നാലോ വളരെ കുറച്ച് സമയം മാത്രമേ പെരുന്നാളിൻ്റെ രാത്രി ഉറങ്ങാൻ തന്നെ കിട്ടാറുള്ളൂ. വീട്ടിലുണ്ടാവും ചെല്ലുമ്പോൾ ഒരുപാട് പണികളും തിരക്കുകളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 12 മണി 11:45 ഞങ്ങൾ ഷോപ്പിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യുക മൈലാഞ്ചി ഇടുകയാണല്ലോ. അങ്ങനെ മോള് മൈലാഞ്ചിയൊക്കെ ഇട്ടു. ഒരുവിധം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങാനായിട്ട് പോയി. ഇനി എനിക്കിടണം. ഏകദേശം 1 മണി 1:15 ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാനൊക്കെ. പക്ഷേ എനിക്ക് ഒട്ടും മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല. അതുകൊണ്ട് സ്റ്റെൻസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചില സമയത്തൊക്കെ ഇക്ക നന്നായി വരയ്ക്കുന്നതുകൊണ്ട് നല്ല രീതിയിലൊക്കെ മൈലാഞ്ചി ഇടും. ഇക്ക എന്നെ വളരെ കൃത്യമായിട്ട് സ്റ്റെൻസിലൊക്കെ ഒന്ന് ഒട്ടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മൈലാഞ്ചി ഇട്ടു. ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങി കേട്ടോ. രാവിലെ കഴുകിക്കളയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ എണിച്ചു. മൈലാഞ്ചി ഒരുവിധമൊക്കെ നന്നായി ചുമന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴുകുമ്പോൾ അത്ര ചുമപ്പുണ്ടാവില്ല, ഓർഗാനിക് ആയതുകൊണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ചുമപ്പുണ്ടാവും കേട്ടോ. ഞാൻ എന്നും പെരുന്നാളിന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോവുക. എൻ്റെ വീട്ടിൽ മൂവാറ്റുപുഴയ്ക്ക് പോകുന്നത് അപ്പോഴാണ്. പക്ഷേ ഇത്തവണ ഫുഡ് ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പള്ളി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും കേട്ടോ. കാര്യം ഞാൻ ചെന്നിട്ട് വേണം നാത്തൂന് വീട്ടിൽ പോകാനായിട്ട്. ഞാൻ ചെല്ലണതിന് മുമ്പ് പൊക്കോളാൻ പറഞ്ഞാൽ അവൾ എന്തായാലും കേൾക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെന്നിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. ഇത്തവണ നാത്തൂന് ലീവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വീട്ടിൽ ചെന്നാലും അധിക ദിവസവും നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം തിരിച്ചു പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മളായിട്ട് ഇനി താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഞാനായാലും വീട്ടിൽ പോകാനായിട്ടും പെരുന്നാളല്ല അല്ലെങ്കിൽ തന്നെ വീട്ടിൽ പോകാനായിട്ട് വളരെ ആകാംക്ഷയുടെ ഒക്കെ കൂടിയല്ലായിരിക്കും ഇരിക്കുക. അതുപോലെ തന്നെയല്ലേ ഇരിക്കും അവളും. അവളുടെ വീട്ടിൽ പോകാനും അവളുടെ ഉപ്പയും കാത്തിരിക്കുകയല്ലേ. അപ്പോൾ അധികം സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പത്തിരിയും പുട്ടുമായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ കറി ഒരുപാടൊന്നും ബാലൻസ് വരാതിരിക്കാൻ വേണ്ടി അടിപൊളി ബീഫ് ഒരു ഗ്രേവി ആയിട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇക്കായും മോനും പള്ളിയിൽ പോയി. അങ്ങനെ ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് പുട്ടിയൊക്കെ ഇട്ടിട്ട് വരാം. ഞാൻ ഇഷ്ട ഡിസൈനൊക്കെ അവസരം തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം ഡ്രസ്സ് എടുത്തത്. കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ അത് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ, അതൊക്കെയല്ലേ പതിവ്. അങ്ങനെ ഞാൻ റീൽസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് 2-3 തവണ ഇഷ്ട ഡിസൈനർ കൗച്ചറിയിൽ നിന്ന് എടുത്തിട്ട് എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രാവശ്യം അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾ മൂവാറ്റുപുഴയ്ക്ക് പോകാട്ടോ. അപ്പം ഉച്ചയ്ക്ക് മുമ്പ് ഇപ്പം നമ്മളൊരു ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഫുഡൊക്കെ കഴിച്ച് യാത്രയൊക്കെ ആയപ്പോഴത്തേക്ക് അത്ര നേരമൊക്കെ ആയിട്ടോ. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ഇതാണ് എൻ്റെ ഉമ്മച്ചി ബ്രദറിൻ്റെ കുട്ടി കേട്ടോ ഇത്. അപ്പം ഇവൾ യാത്രയായി തന്നെ നിൽക്കുക കേട്ടോ ഞങ്ങൾ വന്നിട്ട് പോകാനായിട്ട്. പിന്നെ മോനും എല്ലാവരും. ഇത്തവണ പെരുന്നാളിന് പുറത്തുനിന്ന് കേട്ടോ ഫുഡ് നമ്മൾ മന്തി വാങ്ങിക്കായിരുന്നു ചെയ്തത്. അതിൽ ഉമ്മച്ചിക്ക് വളരെ തൃപ്തിക്കുറവുണ്ടായിരുന്നു. കാരണം പെരുന്നാളിന് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് പണ്ടും അങ്ങനെ തന്നെയാലോ. ഞാൻ നിർബന്ധിച്ചിട്ടാണ് പുറത്തുനിന്ന് ഫുഡാക്കാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് നേരത്തെ എത്താനും പറ്റില്ല. ഇവർ ഇങ്ങനെ അടുക്കളയിൽ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട വരുമല്ലോ എന്ന് വെച്ചിട്ട് ഇത്തവണ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. നൈഷു നൈഷു മോനെ എങ്ങോട്ട് പോണേ? മോനെ എങ്ങോട്ട് പോണേ? നൈഷു എങ്ങോട്ടാ പോണേ? എന്നാ വന്നേ? 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. എന്നാ മേമി വരട്ടെ? ഞാനും വരട്ടെ? ബാ നമുക്ക് പോവാം, ഡ്രസ്സൊക്കെ മാറാം, നമുക്ക് പോവാം. അപ്പൊ അഴിത്തിട്ടുണ്ടോ? ഇട് നിക്ക്. നല്ല സൗണ്ട് ഉണ്ട്. ഇവർ പോകുന്ന കാരണം എൻ്റെ കുട്ടികൾക്കും വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം കളിക്കാമെന്നുള്ളൊക്കെ ഒരു ഇതിലല്ലേ വന്നത്. അപ്പോൾ ഇവർ പോകുന്ന കാരണം ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ പോവും എന്ന് പറഞ്ഞിട്ട്. കാരണം അവർ കളിക്കാമെന്നുള്ളൊരു ഇതിലല്ലോ വരുന്നത്. പക്ഷെ നമ്മളതല്ലല്ലോ, അവളുടെ വീട്ടിൽ നോക്കിയിരിക്കാമല്ലോ എന്നുള്ളതിൽ നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ട് അവരെ അയച്ചു.
പിന്നെ വൈകിട്ടായപ്പോൾ കുറേ നേരം ചെടികളുടെ ചോട്ടിലും ഒക്കെ ഇങ്ങനെ നിന്നു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറേ നേരം ചെടികളെക്കുറിച്ച് സംസാരിക്കുകയും ചെടികളുടെ ചോട്ടിലൂടെ നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഉമ്മച്ചി ഓരോ ചെടികളുടെയും മൊട്ടുണ്ടായത് മുതൽ വിരിഞ്ഞത് മുതൽ എവിടുന്ന് വാങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതിലെന്തോ വലിയ സന്തോഷം ഉമ്മച്ചി കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യും. നമ്മുടെ ലൈഫിൽ ചില വിഷമങ്ങളും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ റമദാനും ഇതൊക്കെ നമുക്ക് പടച്ചോൻ തന്നൊരു അനുഗ്രഹമല്ലേ. നമുക്ക് നല്ല രീതിയിൽ അത് ആസ്വദിക്കാനും ആഘോഷിക്കാനൊക്കെ പറ്റിയില്ലേ. എൻ്റെ ബ്രദർ വിദേശത്തായതുകൊണ്ട് ഓരോ ഇതും കൂടെ ഇല്ലല്ലോ എന്നുള്ള വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി നിർത്തി ചെറിയ സന്തോഷങ്ങൾ വലിയ സന്തോഷങ്ങളായിട്ട് നമ്മൾ മാറ്റിയല്ലേ. അപ്പോൾ എല്ലാവർക്കും റമദാനും പെരുന്നാളും അടുത്ത വർഷം ഇതുപോലെ ഹാപ്പി ആയിരിക്കട്ടെ. അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.